മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥനാപൂർവം ലോകം ഒന്നാകെ അത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുകയാണ്. നമ്മൾ തത്സമയ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും പോവുകയാണ്. ഫാദർ, വിശുദ്ധ കുർബാനയുടെ തുടക്കമായിട്ടുണ്ടല്ലേ? വിശുദ്ധ കുർബാന അർപ്പണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാന ആരംഭിച്ചത് വിശുദ്ധ കുർബാന അർപ്പണത്തിന് വേണ്ടി തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് വത്തിക്കാൻ ചത്തുരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന കർദിനാളന്മാരും ആർച്ച് ബിഷപ്പുമാരും ബിഷപ്പുമാരും അതുപോലെ തന്നെ വൈദികരും സന്യസ്തരും വിശ്വാസികളും അടങ്ങിയ ഏകദേശം 3 ലക്ഷത്തോളം വരുന്ന ജനസഞ്ചയത്തിന്റെ മുൻപിൽ കാലം ചെയ്ത നിത്യതയിലേക്ക് യാത്രയായിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരമടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന പെട്ടിയും വഹിച്ചുകൊണ്ടാണ് വത്തിക്കാൻ ചത്തുരത്തില് എത്തിച്ചേർന്നത്. അവിടെയാണ് കർദിനാൾ തിരുസംഘത്തിന്റെ തലവൻ, ഡീൻ ഓഫ് ദ കോളേജ് ഓഫ് കാർഡിനൽസ് എന്നറിയപ്പെടുന്ന ജിയോവാനി കാർഡിനൽ ബറ്റിസ്റ്റ റേ എന്ന കർദിനാളിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇപ്പോൾ വിശുദ്ധ ബലി അർപ്പണത്തിന്റെ പ്രാരംഭ തിരുക്കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിശുദ്ധ ബലി അർപ്പണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഇപ്പോൾ നടക്കുന്നത് പ്രാരംഭമായുള്ള ഗാനത്തിനും ധൂപാർപ്പണത്തിനും പ്രദക്ഷിണത്തിനും ശേഷം ഇപ്പോൾ പെനിറ്റൻഷ്യൽ റൈറ്റ് എന്നറിയപ്പെടുന്ന അനുതാപ ശുശ്രൂഷയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അനുതാപ ശുശ്രൂഷയുടെ പ്രാർത്ഥനകൾക്കു ശേഷം ബൈബിളിൽ നിന്നുള്ള വായനകളാണ് നമ്മൾ കേൾക്കുക. പഴയ നിയമത്തിൽ നിന്നും, അതിനുശേഷം ലേഖന ഭാഗത്തു നിന്നും, അതിനെ തുടർന്ന് സുവിശേഷത്തിൽ നിന്നുമുള്ള വായനകളാണ് നടത്തപ്പെടുക. ഈ വായനകളൊക്കെയും വ്യത്യസ്തങ്ങളായ ഭാഷകളിലാണ് വായിക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ലോകമെമ്പാടുമുള്ള ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വിവിധ ഭാഷകളുള്ള, വിവിധ സംസ്കാരങ്ങളുള്ള, വിവിധ ഭക്ഷണക്രമങ്ങളുള്ള, വിവിധങ്ങളായ രീതികളിൽ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. നമ്മളിപ്പോൾ കാണുന്നത് ആദ്യത്തെ വായനയാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു സ്ത്രീ, ഒരു വനിതയാണ് ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് 12 വർഷക്കാലം മാർപ്പാപ്പയായി കത്തോലിക്ക സഭയെ നയിച്ചിരുന്ന സമയത്ത് വരുത്തിയ ഏറ്റവും വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രാധാന്യവും പ്രാതിനിധ്യവും സഭയിലും സഭാ ശുശ്രൂഷകളിലും സഭയുടെ നേതൃനിരകളിലും കൃത്യമായി ഉറപ്പാക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിനൊരു നേർസാക്ഷ്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വിശുദ്ധ കുർബാന മധ്യത്തിൽ വായിക്കപ്പെടുന്ന ആദ്യത്തെ വായന ഒരു വനിത, ഒരു സ്ത്രീ വായിക്കുന്നു. സ്ത്രീ ശാക്തീകരണം എന്നത് കേവലം പറയുന്ന ഒരു കാര്യം മാത്രമല്ല, അത് നടപ്പിലാക്കിക്കൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നല്ലൊരു മാതൃക നമുക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെയും ഒരുപക്ഷെ കത്തോലിക്ക സഭയെയും അതുപോലെ സഭാധ്യക്ഷന്മാരെയും ഒക്കെ അമ്പരിപ്പിച്ചുകൊണ്ടും വിസ്മയിപ്പിച്ചുകൊണ്ടുമാണ് വത്തിക്കാൻ കൂരിയില് സ്ത്രീകളുടെ പ്രാതിനിധ്യം, വനിതകളുടെ സാന്നിധ്യം മാർപ്പാപ്പ വളരെ പ്രധാനപ്പെട്ട ചില ഓഫീസുകളിൽ മറ്റും ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയും തികച്ചും ആദരപൂർവകമായ ഒരു ഫിറ്റിംഗ് ട്രിബ്യൂട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഒരു വനിതാ രത്നം ഇതാ ഈ ലോക ജനതയുടെ മുമ്പിൽ, അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന പുരുഷാരത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകുന്ന വിശുദ്ധ കുർബാന മധ്യേയുള്ള ബൈബിളിൽ നിന്നുള്ള ഭാഗം വായിക്കുന്നു എന്നുള്ളത് തന്നെയും പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. വനിതകൾക്ക് എത്രമാത്രം വലിയ പ്രാധാന്യവും പ്രാതിനിധ്യവും നൽകാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശ്രമിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായി ഒരുക്കപ്പെട്ടിരുന്ന ഒരു ചടങ്ങ്